നിനക്ക് ആളെ മനസ്സിലായോ? ഇത് നമ്മളിവിടെ സ്കൂൾ പഠിച്ച ഉണ്ണിയല്ലേ? ആ, കെമിസ്ട്രി ടീച്ചർ പരീക്ഷയ്ക്ക് മാർക്ക് കുറച്ചെടുത്തും പറഞ്ഞ് കെമിസ്ട്രി ലാബിൽ കയറി പൊട്ടാസ്യം പെർമാംഗനേറ്റും ഗ്ലിസറിനും കൂട്ടിക്കലർത്തി ആ ലാബ് തന്നെ കത്തിച്ച ഉണ്ണികൃഷ്ണൻ പി. ഇവന് സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ ഭയങ്കര തലയല്ലേ? ഇവൻ ബോംബല്ല, ഉത്തര കൊറിയയിലെ കിങ്കോങ്ങിന് മിസൈൽ വരെ ഉണ്ടായി കൊടുക്കും. എടാ ഭവ്യ, ദൈവം ഉണ്ടാ അയാൾക്കിട്ട് പണി കൊടുക്കാൻ ദൈവം കാണിച്ചെന്ന വഴിയാടത്. എന്താ പറയുന്നേ? ബോംബ്. ബോംബോ? ഞാൻ പറഞ്ഞവൻ ഉണ്ടാക്കി തരല്ലേ? അനക്ക് തലയ്ക്ക് എന്താ താറാറുണ്ടോ? എന്നിട്ട് ഇതേമാതിരി പത്രത്തിൽ വരാനോ? എടാ അതല്ല, എനിക്ക് ഇയാളെ തല്ലിത്തൊപ്പിക്കാനൊന്നും പറ്റൂല. പക്ഷെ ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടടാ. എനിക്ക് ഇയാളെ കൊല്ലിയൊന്നും വേണ്ട, പക്ഷെ അയാള് കുറച്ചാളെ വീട്ടിലിരിക്കണം. ഭവ്യ, നീ ഇതെവിടെ പോവാ? ഞാൻ ബാഗ് എടുക്കാൻ വീട്ടിലേക്ക്. ഉണ്ണിനെ കണ്ടേ? വെട്ടാനൊന്നും അല്ലട ഉണ്ണി, വടിവാളൊന്നും കൊണ്ടാടുന്നിട്ട് ഒരു പ്രയോജനമില്ല. അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയില്ലേ? ബോംബ് ഉണ്ടാക്കാൻ നീ ഞങ്ങളെ കൂടെ ഒന്ന് പഠിപ്പിക്കടാ. പൊട്ടന്മാരെ, എനിക്ക് ബോംബ് ഉണ്ടാക്കണമെന്ന് അറിയില്ല, ഞാനൊട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഇനി എന്ത് ഇവിടെ? അതെങ്ങനെ ശരിയാവും സഖാവേ? നിങ്ങൾ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സഖാവ് ഉണ്ണിയുടെ ഇത്തരം പ്രവർത്തനങ്ങള് നമ്മുടെ പാർട്ടിക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ചിത്തപ്പേര് വളരെ വലുതാണ്. ഇപ്പത്തെ പിള്ളേർക്കൊരു വിചാരമുണ്ട്, കോളേജിൽ പോയി സമരം നടത്തിയ 5-6 ബസ്സിൽ കല്ലെറിഞ്ഞ വലിയ വിപ്ലവം നടത്തിയെന്ന തോന്നല കുഞ്ഞു പിള്ളേരുടെ കുഞ്ഞു ചിന്താഗതി. ഇപ്പോ പാർട്ടി സമാധാനം നിലനിർത്താൻ ശ്രമിക്കുമ്പോ ഒരു ബോംബ് സ്ഫോടന കേസ്, അതും നാടനല്ല, ഹൈ ടെക്നോളജിയിൽ ഉണ്ടാക്കിയ ടൈം ബോംബ്. ഇത്തരമൊരു കേസിൽ പാർട്ടിയുടെ യുവ നേതാവ് അറസ്റ്റിലാവുക എന്നത് വലിയ പിഴവ് തന്നെയാണ്. അതുകൊണ്ട് സഖാവ് ഉണ്ണിക്കെതിരെ മാതൃകാപരമായി സസ്പെൻഷൻ അടക്കമുള്ള ശിക്ഷാ നടപടി സ്വീകരിച്ച് പാർട്ടിയുടെ അന്തസ്സ് തിരിച്ചെടുക്കണമെന്ന എന്റെ അഭിപ്രായം. നടപടിയെടുക്കുന്നതിന് മുമ്പ് സഖാവിന് എന്താ പറയാനുള്ളത്? സഖാവേ, ആദ്യം ഞാനൊരു കാര്യം പറയാം. ലോകത്തെ മാറ്റിമറിച്ച് ഈ പാർട്ടിയെയും ഈടുത്ത രക്തസാക്ഷികളെയും സാക്ഷി നിർത്തിയാൻ പറയുന്നു. ഞാനത് ചെയ്തിട്ടില്ല. എനക്ക് ബോംബുണ്ടാക്കണമെന്ന് അറിയില്ല. ഞാൻ പഠിച്ച സഖാവ് എന്ന വാക്കിന്റെ അർത്ഥം സുഹൃത്ത് എന്നാണ്. സുഹൃത്തിനൊരു ആവശ്യം വന്നപ്പോ കൂടെ നിൽക്കുക എന്നുള്ളത് എന്റെ കടമയാണെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ജയിലിൽ പോയത്. കോടതി പിന്നെ എന്നെ നിരപരാധി എന്ന് പറഞ്ഞ് വെറുതെ വിട്ടു. എന്നിട്ടും നിങ്ങൾക്ക് എന്നെ വെറുതെ വിടാൻ ഭാവമില്ല. പണ്ട് വർഗീയവാദികൾ കൊടികുത്തി വാണപ്പോ കയ്യിൽ കിട്ടിയ കോലും വടിയുമെല്ലാം ഏന്തിക്കൊണ്ട് തലശ്ശേരിയിലെ ആരാധനാലയങ്ങൾക്ക് കാവൽ നിന്നിട്ടുള്ള രവിയേട്ടനെ പോലുള്ള മുതിർന്ന സഖാവിനോടുള്ള ബഹുമാനം വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഒരു വിപ്ലവം ചെറുതല്ല സഖാവേ. ഇനി പാർട്ടി എന്നെ നിഷ്കരണം പുറത്താക്കിയാലും നാട്ടിലിറങ്ങി ഒരാളെ സ്നേഹിക്കാൻ, ഒരാളെ വേദന മനസ്സിലാക്കി തോളോട് തോൾ ചേർന്ന് അയാളെ സഹായിക്കാൻ